ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് വെനസ്വേലൻ പ്രസിഡൻറ്റിനെ ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് ഹൈജാക്ക് ചെയ്തു ഇല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് തന്നെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഡെപ്തിലേക്ക് പോയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഡയറക്റ്റ് ഓയിൽ മാർക്കറ്റിനെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ ഇല്ല. ബിക്കോസ് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ഓയിൽ ഔട്ട്പുട്ടിൻ്റെ വളരെ കുഞ്ഞു പെർസെൻറ്റേജ് മാത്രമേ വെനസ്വേലയിൽ നിന്ന് വരുന്നുള്ളൂ. ബിക്കോസ് അവരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ളത് വേൾഡിൽ. എന്നാൽ അത് എക്സ്ട്രാക്ട് ചെയ്യാൻ അവരുടെ കയ്യിൽ ടെക്നോളജീസോ അവർ മൊത്തത്തിൽ ആ ഒരു നാട് അത്രത്തോളം പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. സോ ദാറ്റ് അവർ ആ ഓയിൽ റിസർവ് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ അമേരിക്ക അത് കണ്ടിട്ടാണ് ആ ഒരു ഓയിൽ റിസർവ് അറ്റാക്ക് ചെയ്തത്. അപ്പോൾ അതിനൊരു പ്രത്യേക സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നത് അവിടെ ഒരു വലിയൊരു ഐലൻഡിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ആ ഒരു ഐലൻഡ് ഒരു വലിയൊരു സ്കാമെന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയൊരു രാഷ്ട്രീയപരമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അവിടെ. അത് ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ ട്രംപിൻ്റെ പേര് വളരെ മേജറായിട്ടുള്ള അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡേറ്റാസ് ഉണ്ട്. സോ അതിനെ ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഡേറ്റ വെളിയിൽ വരണം. സോ അത് കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കണം. സോ ഒരു കോൺട്രവേഴ്സിയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു കോൺട്രവേഴ്സി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇപ്പോൾ എല്ലാവരും വെനസ്വേലൻ പ്രസിഡൻറ്റിൻ്റെ ബാക്കിലാണ്. സോ മെയിനായിട്ടുള്ള പ്രശ്നം അവിടെ കവറപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് അത് അഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അത് കാരണം ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് ആവും. ബിക്കോസ് അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് മാർക്കറ്റിന് പ്രശ്നങ്ങൾ വരുമ്പോഴെല്ലാം എല്ലാവരും ആശ്രയിക്കുക ഗോൾഡിനെ തന്നെയാണ്. സോ അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ തിരിച്ച് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡേറ്റ വളരെ പോസിറ്റീവാണ്. നമ്മൾ ഓൾറെഡി ക്ലോസ് ചെയ്തത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയിലാണ്. അതിനിടയ്ക്ക് മാർക്കറ്റ് ഇന്ന് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റിയും വളരെ നല്ലൊരു ഹയർ പ്രൈസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരു മാർക്കറ്റിൻ്റെ ഒരു ട്രയാങ്കിളായിരുന്നു. അപ്പോൾ ഈ ട്രയാങ്കിളിൽ അവിടെ നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ട്രേഡ് പറഞ്ഞിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു ട്രേഡ് പ്ലാനായി 26,180 മേളിൽ ഇതിന് സോൾഡ് ആയിട്ടുള്ളൊരു മൂവും 140 സപ്പോർട്ടും പറഞ്ഞു. സപ്പോർട്ടിൽ നിന്ന് എടുത്ത ആൾക്കാരുണ്ട്, 180 മേളിലെടുത്ത ആൾക്കാരുണ്ട്. ഏറ്റവും സേഫറായിട്ടുള്ള ട്രേഡ് 240 മേളിലുണ്ട് എന്ന് പറഞ്ഞൊരു ട്രേഡ് ഉണ്ടായിരുന്നു. അതിന് മേളിലെടുത്ത ട്രേഡും ലിറ്ററലി ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. 320 ടാർഗറ്റ് പറഞ്ഞിരുന്നത്. 316 ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങളുടെ പൊസിഷൻസ് എല്ലാം സ്ക്വയർ ഓഫ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഒരു 315 316 വന്നപ്പോഴേക്കും ഈ ക്യാൻഡിൽ അത്ര രസമില്ലാതിരുന്നപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്ത് വിട്ടു. അപ്പോൾ നല്ലൊരു റാലി കിട്ടിയൊരു ദിവസമായിരുന്നു അന്ന്. അടുത്തത് ഇന്ന് മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലിറ്ററലി അത് തന്നെയാണ്. ടാർഗറ്റ് എന്ന് പറയുന്നത് 26,400 to 440 ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് അപ്പോൾ ഓപ്പൺ ചെയ്യുക ഓൾമോസ്റ്റ് 360 റേഞ്ചിലായിരിക്കാം. അപ്പോൾ 360 നിന്ന് 440 റേഞ്ച് ഇല്ലെങ്കിൽ 500 റേഞ്ചിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ 500 മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബുള്ളിഷ് ഏരിയയിലേക്ക് കൺഫേം ആയിട്ട് കയറി എന്നുള്ളതാണ് എൻ്റെ അനാലിസിസ്. അതിനുശേഷം എന്തെങ്കിലും ന്യൂസ് വന്നാൽ അത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ മാർക്കറ്റ് വൈസിൽ മാർക്കറ്റ് മേളിൽ കയറുന്നത് 440 to 500 മേളിലാണ്. സോ അത് നടക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല പൊസിഷൻസ് ഉണ്ട്, നല്ല പ്രോഫിറ്റിലാണ് ഇരിക്കുന്നത്. ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഞാനത് ഷെയർ ചെയ്യുന്നത് ബാച്ച് 12 ക്ലാസ്സസ് തുടങ്ങുന്ന അന്നത്തെ ദിവസം അവർക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തതാണ്. ഓൾമോസ്റ്റ് അതിൽ ഹിൻഡാൽക്കോ 15%, ബാക്കിയുള്ള സ്റ്റോക്സ് 15, 10, 5, 6% മേളിൽ എല്ലാ സ്റ്റോക്കും ഒരൊറ്റ സ്റ്റോക്ക് ഒഴികെ അത് BSE എന്നുള്ള സ്റ്റോക്കാണ്. ആ സ്റ്റോക്ക് ഓൾമോസ്റ്റ് 1% മാത്രമാണ് പ്രോഫിറ്റിൽ നിൽക്കുന്നത്.
ബാക്കി എല്ലാ സ്റ്റോക്കും 5-10% മേളിൽ 15% മേളിൽ പ്രോഫിറ്റ് കിട്ടിയ സ്റ്റോക്സ് ഉണ്ട്. അത് അവർക്ക് വേണ്ടി ബിൽഡ് ചെയ്ത പോർട്ട്ഫോളിയോ ആണ്. ഞാൻ എടുത്ത പോർട്ട്ഫോളിയോ അത്രയും ആക്ച്വലി പെർഫോം ചെയ്തില്ല എന്ന് തന്നെ പറയണം. ബിക്കോസ് അതിനകത്ത് പല സ്റ്റോക്സ് ഉണ്ടായിരുന്നു. അദാനി എൻ്റർപ്രൈസസ് ഉണ്ടായിരുന്നു, അപ്പോളോ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അതൊന്നും അധികം മുന്നേറ്റം തന്നില്ല. ഇനി ഭാവിയിൽ അത് വന്നേക്കാം. ഞാനൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ അവിടെ നോക്കിയപ്പോൾ മാർക്കറ്റ് കുറച്ച് ഷോർട്ടായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയിലൂടെ പോയി. അപ്പോൾ ഷോർട്ടായിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ് ബാച്ച് 12 ഷെയർ ചെയ്തിരുന്നത്. സോ അത് വളരെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സോ അപ്പോൾ മുന്നിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ബ്രേക്ക് ഈ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ കൂടെ റൈഡ് ചെയ്യുക. ഗ്രൂപ്പിനകത്ത് ഒരുപാട് പേര് പി സൈഡ് ചോദിക്കാറുണ്ട്. ഒറ്റ വേർഡാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. ബാക്കിയുള്ളവരെല്ലാവരും ഹോപ്പ്ഫുള്ളായിരിക്കുമ്പോൾ നമ്മൾ ഫിയർഫുള്ളായിരിക്കും. എൻ്റെ വേർഡല്ല, ഇതൊരു കോട്ടാണ്. ബാക്കിയുള്ളവരെല്ലാവരും ഹോപ്പ്ഫുള്ളായിരിക്കും. മാർക്കറ്റ് കംപ്ലീറ്റ്ലി ബുള്ളിഷായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഫിയർഫുള്ളായിരിക്കും. സോ നമ്മൾ പി സൈഡിലേക്ക് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്യും. എല്ലാവരും പേടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് സി എടുക്കും. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്നൊക്കെ ജീവിതത്തിൽ അത് ചെയ്തിട്ടുണ്ടോ? 10-ൽ 6-7 പ്രാവശ്യവും നിങ്ങളതിൽ ട്രാപ്പായിട്ടുണ്ടാകും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ എടുക്കരുത്. എന്താണോ ട്രെൻഡ്, ഗ്രൂപ്പിനുള്ളിൽ ഓൾറെഡി ഞാൻ ഓരോ വീഡിയോയിലും ഞാൻ കൃത്യമായിട്ട് ട്രെൻഡ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ആ ട്രെൻഡിനെ ഫോളോ ചെയ്യുക. വല്ലപ്പോഴും എസ്സിൽ ഹിറ്റ് ചെയ്യും. ആ ട്രെൻഡ് റിവേഴ്സൽ വരുമ്പോൾ അത് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നതല്ല. മാർക്കറ്റിൽ ആ സമയത്തെ ക്യാൻഡിൽ പെർഫോം ചെയ്യുന്നതാണ്. ആ ക്യാൻഡിൽ തിരിയാനാണ് സാധ്യതയെങ്കിൽ അതിൻ്റെ അനാലിസിസ് എനിക്ക് ഇന്ന് പറയാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് തിരിയുവാണെങ്കിൽ നമ്മൾ അതിനെ സ്ക്വയർ ഓഫ് ചെയ്യുക. എസ്സിൽ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എസ്സിൽ ഹിറ്റ് ചെയ്തിട്ട് റിവേഴ്സായ ട്രെൻഡിൻ്റെ പുറകെ നിന്ന് പോവുക എന്നുള്ളതാണ് അവിടുത്തെ അനാലിസിസ്. സോ ഇപ്പോൾ അതിനകത്ത് ബുള്ളിഷായിട്ടുള്ള ഒരു അനാലിസിസാണ് നിൽക്കുന്നത്. ബെയറിഷാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയത്ത് നിങ്ങളുടെ അനാലിസിസ് മാറ്റുക. ഞാൻ ഈ പറയുന്നത് ഈ കാണുന്ന ക്യാൻഡിലുകളുടെ അനാലിസിസാണ്. ലൈവിൽ നിൽക്കുമ്പോൾ അടുത്തൊരു ക്യാൻഡിൽ, വലിയൊരു റെഡ് ക്യാൻഡിൽ ഇതിനെ ബീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ആ ട്രെൻഡ് മാറി. അത് ഞാൻ പറഞ്ഞ അനാലിസിസ് തെറ്റുന്നതല്ല. മാർക്കറ്റ് അവരുടെ സിറ്റുവേഷൻ മാറ്റുന്നതാണ്. ആ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ പെർഫോം ചെയ്യുക. അപ്പോൾ പ്രീ മാർക്കറ്റോ പോസ്റ്റ് മാർക്കറ്റോ എന്ന് പറയുന്ന സംഭവം നമുക്ക് ആ ഡേറ്റ ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതൊരു പെർഫെക്റ്റ് അനാലിസിസ് നമുക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അതായത് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഓരോ മൂവിനെയും പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത്. അപ്പോൾ ആ സമയത്ത് എന്താണോ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ 440, 500, 26,600 ആണ് നമ്മുടെ റീസെൻറ്റ് ടാർഗറ്റ്. ഞാൻ അവിടെ ഷെയർ ചെയ്തിരുന്നത് 27,200 ആണ്. എന്തുകൊണ്ടാണെന്ന് ഇനി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഓൾമോസ്റ്റ് ഈ ഒരു ട്രെൻഡ് കയറി വന്നാൽ, ഈ ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫെബ്രുവരി മാർച്ചിനുള്ളിൽ അത് കയറി പോകാനുള്ള ഒരു സാധ്യത കണ്ടിട്ടാണ് ഞാൻ അവിടെ ഷെയർ ചെയ്തിരുന്നത്. സോ സപ്പോർട്ട് എടുത്ത് കയറി പോകുന്നുണ്ട്. സോ അനാലിസിസിൽ നിങ്ങളതിനെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ സെൻസെക്സിൻ്റെ അനാലിസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ, സെൻസെക്സ് നമ്മുടെ ഇതൊരു വളരെ സൂപ്പറായിട്ടുള്ള ഒരു അനാലിസിസ് അവിടെ ഷെയർ ചെയ്തിരുന്നു. അതിനുശേഷം അത് കയറിപ്പോയി തിരിച്ച് വന്നു. അതിനുശേഷം സെൻസെക്സ് ഞാൻ പിന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, സെൻസെക്സ് സ്റ്റിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുവാണ്. സോ ഇനിയും അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ 86,300 റേഞ്ചിൽ പോകാനുള്ള സാധ്യത ഇനി കാണിക്കുന്നുണ്ട്. 86,000 to 86,200 ഇനി സാധ്യതയുണ്ട്. സോ ആ ഒരു അനാലിസിസ് നോക്കുക. മാർക്കറ്റ് ഒരു വലിയൊരു മർബോസിൽ നിൽക്കുകയാണ്. അതിനൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. സോ സെൻസെക്സിൻ്റെ അനാലിസിസും ബുള്ളിഷ് തന്നെയാണ്. ലെവൽസും ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. 85,800 അതിൻ്റെ സപ്പോർട്ടാണ്. അതിനുശേഷം 960 മുതൽ 86,000 അടുത്ത റെസിസ്റ്റൻസ് ഏരിയയാണ്. അപ്പോൾ അതിനെ നിങ്ങൾ നോക്കാം. 86,600-നും 100-ൻ്റെ ഇടയിലാണ് അടുത്ത റെസിസ്റ്റൻസ് ഏരിയ. സോ ഈ ഒരു ട്രെൻഡിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ബാങ്ക് നിഫ്റ്റി ഞാൻ ലാസ്റ്റ് ദിവസം വെള്ളിയാഴ്ച നിങ്ങൾക്ക് അതിൻ്റെ ടാർഗറ്റ് പറഞ്ഞിരുന്നു. 60,000 ആയിരുന്നു അതിൻ്റെ ടാർഗറ്റ് പറഞ്ഞിരുന്നത്. സിംഗിൾ ക്യാൻഡിൽ വന്ന് 60,000 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെയും ഇതേ പാറ്റേൺ തന്നെയായിരുന്നു. ഒരു സിമെട്രിക് ട്രയാങ്കിൾ പോയി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചത്തെ അനാലിസിസ് കൂടാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. സോ ഇത് ഇനി അടുത്ത് പോകാനുള്ളത് 600 ആണ് അടുത്ത ടാർഗറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 6,600 നിങ്ങൾക്ക് അടുത്ത ടാർഗറ്റ് റേഞ്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഈ ക്യാൻഡലിൻ്റെ ലോ നിങ്ങൾക്ക് SL കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു അനാലിസിസ് സെറ്റ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇതും ബുള്ളിഷ് തന്നെയാണ്. വേറെ ഏതുണ്ട്? നാച്ചുറൽ ഗ്യാസ്
ഇതൊരു നെഗറ്റീവ് ട്രെൻഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ ഒരു സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെ ഫോക്കസ് ചെയ്യുക, ഇതൊരു ഏറ്റവും നല്ലൊരു സപ്പോർട്ടായിട്ടും ഇതൊരു ഡബിൾ ബോട്ടം ആയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു തോട്ട്. ഇവിടെയല്ല, അടുത്ത ട്രേഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് അടുത്ത ട്രേഡ് നിൽക്കുക, ഇല്ലെങ്കിൽ ഇതിൻ്റെ ലോ ആണ്, ഇവിടെയാണ് അടുത്ത ട്രേഡ് നിൽക്കുക. സോ ഇതിനെ മാർക്ക് ചെയ്ത് വയ്ക്കുക, ഇതിനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഞാനിത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും ഈ ഒരു ലെവൽസ്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ഗ്യാസ് ഇപ്പോൾ കറൻ്റ്ലി സൈഡ് വൈസ് ആണ്, 1 അവറിൻ്റെ ടൈം ഫ്രെയിം ആണ് ഇട്ടിരിക്കുന്നത്, സൈഡ് വൈസ് ആണ്. അതിനനുസരിച്ചിട്ടുള്ള ഡിസിഷൻ എടുക്കുക. ബ്രേക്കൗട്ടോ മൂവ്മെൻറ്റോ നാച്ചുറൽ ഗ്യാസിൽ ഇല്ല തൽക്കാലം. ഓക്കെ, അടുത്ത് ക്രൂഡ് ഓയിലും ഒരു റെസിസ്റ്റൻസിൻ്റെ തൊട്ട് താഴെ വന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് എങ്ങാനും ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഈ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ അടുത്ത ലെവലായിട്ടുള്ള ഈ ഒരു ഏരിയ ഹിറ്റ് ചെയ്യാൻ 56 ഇല്ലെങ്കിൽ 84 റേഞ്ച് ഇവിടെ വരാനുള്ള സാധ്യത ഇല്ല. ഇത് കയറി വരുവാണെങ്കിൽ ഈ ക്യാൻഡലിന് മുകളിലാണ് വരുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് 5300 റേഞ്ചിലേക്ക് അതിന് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ മീഡിയൻ ലൈൻ എന്ന് പറയുന്നത് 5244. സോ ഇത്രയാണ് എൻ്റെ അനാലിസിസ് ഇൻഡെക്സിൻ്റെ. സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ SBIN ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്റ്റോക്സ് ഷെയർ ചെയ്യുന്നുണ്ട്, പലതും കയറുന്നുണ്ട്, ചിലത് നിൽക്കുന്നുണ്ട്. ടിറ്റിഗർഹക്ക് ആ ഒരു ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ടോപ്പിൽ നിൽക്കുകയാണ്. അടുത്ത 2 ദിവസത്തിനകത്ത് അതിന് ഒരു മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ട്രെൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. SBIN പറഞ്ഞു കഴിഞ്ഞാൽ 984 താഴെ ഞാൻ പറഞ്ഞിരുന്നു. ഓൾ ടൈം ഹൈ 1004 അപ്പോൾ 1004 അത് വന്നിട്ടുണ്ട്. ഓൾറെഡി ഒരു 2-3% കയറിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പൊസിഷൻ ഉണ്ട്. ഇനി ഈ 1004 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേളിലേക്കുള്ള ലെവൽസിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. സോ അത് വാച്ച് ചെയ്യുക. ഇൻട്രാഡേ സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ SBI നിങ്ങൾക്ക് നോക്കാം, ഓയിൽ സെക്ടറിലുള്ള സ്റ്റോക്സ്, മെറ്റൽ സെക്ടറിലുള്ള സ്റ്റോക്സ് എന്നിവ നോക്കാം. അതുപോലെ റിലയൻസ് നോക്കാം. ഈ ഇത്രയും സ്റ്റോക്സ് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഡാബർ, നമ്മുടെ FMCG സെക്ടറിലുള്ള 1-2 സ്റ്റോക്സ് ഉണ്ട്. ഡാബർ, നമ്മുടെ ഈ സ്റ്റീൽ സെക്ടറിലെ ടാറ്റ സ്റ്റീൽ, അതുപോലുള്ള അംബുജ സിമെൻറ്റ്സ് പോലുള്ള സ്റ്റോക്കുകൾ നോക്കുക. ഇൻട്രാഡേ ട്രേഡേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കുള്ളിൽ ഞാൻ ഒരുപാട് ഡേറ്റാസ് ആഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇത് യൂസ്ഫുള്ളാണ്. ബിക്കോസ് ഈ വീഡിയോ എല്ലാവരും കാണണം. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി, ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി, സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന വ്യക്തി, എല്ലാം ഇതിനകത്ത് നിന്ന് അഡ്വാൻറ്റേജ് കിട്ടണം. സെൻസെക്സ് പറഞ്ഞിട്ടുണ്ട്, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഈ 5 ഇൻസ്ട്രുമെൻ്റ് നോക്കിയിട്ടുണ്ട്. ഇൻട്രാഡേ സ്റ്റോക്സ് നോക്കിയിട്ടുണ്ട്, ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ട്. സോ മാക്സിമം കവർ അപ്പ് ചെയ്യാനുള്ള എല്ലാ അനാലിസിസും അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു അനാലിസിസ് എടുക്കുന്നുണ്ടാവും. ഞാൻ ക്രൂഡ് ഓയിൽ ചിലപ്പോൾ വൈകുന്നേരം എടുക്കുന്നുണ്ടാവും, മോർണിംഗിൽ നിഫ്റ്റി എടുക്കുന്നുണ്ടാവും, മോർണിംഗിൽ ക്ലാസ്സസ് നടക്കുന്നുണ്ട്, ലൈവ് ട്രേഡിങ് അവിടെ അവരുടെ സ്റ്റുഡൻസിന് നടക്കുന്നുണ്ട്, അവർക്ക് ലൈവായിട്ട് പഠിപ്പിക്കുന്നുണ്ടാവും. സോ എനിക്ക് അവിടെ എല്ലാ ട്രേഡിലും ഞാൻ എൻട്രി എടുക്കുന്നുണ്ടായിരിക്കത്തില്ല. ഞാൻ ആ ഷെയർ ചെയ്ത എല്ലാ ട്രേഡ്സും വാലിഡ് ആയിട്ടുള്ള ട്രേഡ്സാണ്. നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു SL വെച്ചിട്ട് മാത്രം ഈ ട്രേഡ്സിൻ്റെ പിറകിലേക്ക് പോവുക. നിങ്ങളുടെ സ്വന്തം അനാലിസിസ് ചെയ്യുക. ഞാനിത് എൻ്റെ ട്രേഡിൻ്റെ അനാലിസിസാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇത് നിങ്ങളുടെ ചാർട്ടിലേക്ക് കൊണ്ടുവരിക, നിങ്ങളുടേതായ അനാലിസിസ് ചെയ്യുക. എല്ലാ ദിവസവും ഞാനിത് പറയുന്നുണ്ട്. ബിക്കോസ് ഒരിക്കലും ഇവിടെ ഒരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല അവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല ട്രേഡ് ഐഡിയ ഞാൻ പേഴ്സണലി എടുക്കുന്ന എൻ്റെ ട്രേഡ്സ് മാത്രം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ചില സമയത്ത് ഞാനത് കാണുന്നുണ്ടായിരിക്കത്തില്ല. ബിക്കോസ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഇൻവോൾവ് ആയിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ആ ട്രേഡ് കാണത്തില്ല. ചിലപ്പോൾ ഞാൻ അവിടെ അലേർട്ട് ട്രിഗർ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല, അലേർട്ട് വച്ചിട്ടുണ്ടാവാൻ മറന്നു പോയിട്ടുണ്ടാവും. സോ അത് ട്രിഗർ ആവണമെന്നില്ല. ട്രിഗർ ചെയ്താൽ ചിലപ്പോൾ കാണുന്നത് ലേറ്റായി പോകും, അപ്പോൾ ആ എൻട്രി മിസ്സായി പോകും. സോ നിങ്ങളുടേതായ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുക. 2026 ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് വേറൊരാളെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. വീഡിയോസ് കാണുന്നത് നല്ലത് തന്നെയാണ്, എന്നാലും ഇതെല്ലാം നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് കൊണ്ടുപോയിടുക. നിങ്ങളുടേതായ അലേർട്ട്സ് സെറ്റ് ചെയ്യുക. ആ അലേർട്ട് വരുമ്പോൾ കൃത്യമായിട്ട് ഒരു SLും ടാർഗറ്റും കീപ്പ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് 50% വിൻ റേറ്റ് വന്നാൽ പോലും 1:1.5 റിസ്ക് റിവാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് മാർക്കറ്റിനകത്ത് നിൽക്കാൻ പറ്റും. പിന്നീട് നിങ്ങളുടെ പ്രോഫിറ്റിനെ പതുക്കെ ഗ്രാജുവലി കൊണ്ടുവരിക. അത് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ ആൻഡ് ബൈ.